ശ്രീ സേനാപതി, കേരളത്തിൻ്റെ വിപുലമായ വളരെ ശക്തമായ അടിത്തറയുള്ള സഹകരണ മേഖലയ്ക്ക് മേൽ കേന്ദ്രം കൊണ്ടുവരുന്ന പുതിയ നീക്കങ്ങൾ വലിയ വെല്ലുവിളി തീർക്കുന്നു. സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് കേരളം ശക്തമായി കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്റ്റേറ്റ് മാറ്ററായിട്ടുള്ള സഹകരണ വിഷയത്തിൽ കേന്ദ്രത്തിൽ ഇത് ആദ്യമായി അതിലൊരു കടന്നുകയറ്റം വരുന്നു. കേന്ദ്രത്തിൽ ആദ്യമായി ഒരു വകുപ്പ് രൂപീകരിക്കപ്പെടുന്നു. ആ വകുപ്പ് കൈയാളുന്നത് അമിത്ഷാ തന്നെയാണ് എന്ന സാഹചര്യം വരുന്നു. അതിലൂടെ കേന്ദ്രം എത്രമാത്രം കേരളത്തിലെ ശക്തമായ സഹകരണ മേഖല അടക്കം ഉന്നം വെച്ചുകൊണ്ട് നീങ്ങുന്നു. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ വരുന്നത് അവിടെയാണ്. ഞാൻ ആ കണ്ടന്റിലേക്കല്ല പോകുന്നത്. ഇങ്ങനൊരു ഗൗരവമായ വിഷയം നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ BJP രാഷ്ട്രീയത്തിൻ്റെ പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന CPIM ആകട്ടെ കോൺഗ്രസ് ആകട്ടെ ഒക്കെ ദേശീയ തലത്തിൽ ഈ സഹകരണ നയത്തിനെതിരായ പൊതു നിലപാട് സ്വീകരിക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ സംസ്ഥാനത്തിനകത്ത് പ്രതിപക്ഷ നേതാവ് എടുക്കുന്ന സമീപനം കേന്ദ്രമെടുക്കുന്ന അതേ സമീപനത്തോടെ തന്നെ സംസാരിക്കുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി, VD സതീശൻ എന്ന വ്യക്തി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റെ സഹകരണ മേഖല മുടിഞ്ഞു പോകട്ടെ എന്ന നിലയിൽ ഒരാഗ്രഹവും പേറി നടക്കുന്നയാളായി മാറാമോ? അത് ഒരു ഗൗരവമുള്ള പ്രശ്നമല്ലേ? ഇപ്പോ അമിത്ഷായുടെ കരങ്ങൾക്ക് ശക്തി വരാനാണല്ലോ മധു മുല്ലശ്ശേരിയെ പോലുള്ള ആളുകളൊക്കെ അപ്പുറത്തോട്ട് പോകുന്നത്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് സഹകരണ മേഖലയെ മുടിക്കാവുന്നല്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തിണ്ണമെടുക്കുകൊണ്ടും കയ്യൂക്കുകൊണ്ടും സഹകരണ ബാങ്കുകളെ പിടിച്ചെടുത്തിട്ട് ആ സഹകരണ ബാങ്കുകളിൽ കോൺഗ്രസ്സുകാരൻ്റെയും UDFകാരൻ്റെയും ഡിപ്പോസിറ്റ് നിക്ഷേപം ഉപയോഗിച്ച് ആ ബാങ്കുകൾ നിങ്ങൾ ഭരിക്കണ്ട എന്നുള്ളതാണ്. ഇത് ഇന്ന് അദ്ദേഹം പറഞ്ഞതല്ല. പത്തനംതിട്ട ജില്ലയിൽ 23 ബാങ്കുകൾ, ഒന്നും രണ്ടുമല്ല ശരത്തെ, 23 ബാങ്കുകൾ. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഒരു ഗുണ്ടാ സംഘത്തെ, 300 പേരടങ്ങുന്ന ഒരു ഗുണ്ടാ സംഘത്തെ വളർത്തിയിരിക്കുക. എന്നിട്ട് എന്താ പരിപാടി? സഹകരണ ബാങ്കുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുക, ഇവര് വ്യാജ കാർഡുമായിട്ട് ചെല്ലുക, ആളുകളെ അടിച്ചോടിക്കുക. തുമ്പവൺ ബാങ്കിലെ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ്. ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിനെ അടിച്ചു വീഴ്ചു, തല തല്ലി പൊട്ടിച്ച്. അവിടെ നടന്നത് തെരുവ് യുദ്ധമാണ്. അങ്ങനെ തെരുവ് യുദ്ധം നടത്തി ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന, ഞങ്ങൾ എന്താ പറഞ്ഞ വികസിപ്പിച്ചെടുത്ത ബാങ്കുകളെ പിടിച്ചെടുത്തിട്ട് ഞങ്ങളുടെ ആളുകളുടെ ഡിപ്പോസിറ്റ് കൊണ്ട് നിങ്ങൾ അങ്ങനെ ആ ബാങ്കിലൊന്നും ഇരിക്കാൻ പറ്റില്ല എന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും UDFന്റെയും ശബ്ദം അനിൽകുമാറിനും സഹകരണ മേഖലയിലെ രാഷ്ട്രീയ തർക്കം പുതിയതല്ല. ആ രാഷ്ട്രീയ തർക്കം ഉള്ളപ്പോഴും ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവിൽ നിന്ന് കേരളത്തിന്റെ സഹകരണ മേഖലയ്ക്ക് ഇതുപോലത്തെ വാചകങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? സഹകരണ മേഖലയിലെ രാഷ്ട്രീയ തർക്കം പുതിയതല്ല. അവിടെ മാലപ്പടക്കം പോലെ സംഘങ്ങൾ പൊട്ടും, ഞങ്ങളുടെ അക്കൗണ്ടുകൾ പിൻവലിക്കും എന്ന് പറയുന്ന നിലയിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ്, ഉന്നത നേതാവ് സംസാരിച്ചിട്ടുണ്ടോ? താങ്കളോട് തന്നെയാണ്, വേറെ ആരോടുമല്ല. അല്ല, ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ജനാധിപത്യ വിരുദ്ധമായി കയ്യൂക്കിന്റെയും മസിൽ പവറിന്റെയും ബലത്തിൽ സഹകരണ ബാങ്കുകളെ പിടിച്ചെടുത്തിട്ട് ആ സഹകരണ ബാങ്കുകളിൽ കോൺഗ്രസുകാരന്റെയും UDFകാരന്റെയും നിക്ഷേപം ഉപയോഗിച്ചുകൊണ്ട് ആ ബാങ്കുകളെ ഭരിക്കാമെന്നാണ് നിങ്ങളുടെ ആളുകൾ തന്നെയല്ലേ നിങ്ങളുടെ ശത്രുക്കളായത്? ചേവായൂരിൽ ആരാണ് ഇടതുപക്ഷത്തിന് ശക്തി പകർന്നത്? കോൺഗ്രസുകാർ തന്നെയാണ് അവിടെ ഭരിക്കുന്നത്. കോൺഗ്രസുകാരോട് വിയോജിച്ചത്. വിമത പാനൽ ഉണ്ടായത് ഹൈക്കോടതിയിൽ പോയപ്പോൾ സ്റ്റേ കിട്ടിയോ? അപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ സഹകരണ മേഖല എന്തു പഴിച്ചു? ചേവായൂർ ബാങ്കിന് മുമ്പിൽ CPM ഗുണ്ടകൾ നടത്തിയ അഴിഞ്ഞാട്ടം, അവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണറെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ അഴിഞ്ഞാട്ടം കേരളം മുഴുവൻ കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ മത്സരിച്ചോട്ടെ, മാർക്സിസ്റ്റുകാരനുമായിട്ട് കൂട്ടിച്ചേർന്നോട്ടെ. പക്ഷേ കയ്യൂക്കിന്റെ ബലത്തിൽ തെരുവ് യുദ്ധം നടത്തിയല്ല സഹകരണ ബാങ്കിൽ ജയിക്കേണ്ടത് മിസ്റ്റർ. ഹൈക്കോടതിയിൽ പോയിട്ട് അനുകൂല നിലപാട് നേടിയെടുക്കാൻ കഴിഞ്ഞോ? ഹൈക്കോടതിയിൽ പോയിട്ട് എന്ത് പറ്റി? സേനാപതി, ഹൈക്കോടതിയിൽ പോയിട്ട് എന്ത് പറ്റി? ബാങ്ക് പിടിച്ചിട്ട് നിങ്ങൾ ഭരിക്കാമെന്ന് വിചാരിക്കണ്ട. ഞങ്ങൾ വേറെ ഒന്നുമില്ല. ഹൈക്കോടതിയിൽ ഏതെല്ലാം ഭരണസമിതി അല്ലല്ലോ. ഹൈക്കോടതിയിൽ പോയിട്ട് നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞോ? ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞോ? ബാങ്കിനെ ആക്രമിക്കുന്ന ഒന്നും ഞങ്ങൾ എന്റെ ചോദ്യത്തിന് മറുപടി വേണം. ഹൈക്കോടതിയിൽ പോയില്ലേ? ബാങ്കിനെ ഗുണ്ടായുസത്തിലൂടെ പിടിച്ചെടുത്തിട്ട് അത് ആവർത്തിച്ചതുകൊണ്ട് എന്ത് കാര്യം? അത് നിങ്ങളുടെ രാഷ്ട്രീയം. അതിന് അനിൽകുമാർ മറുപടി പറയട്ടെ. എന്റെ ചോദ്യം, എന്നിട്ട് ഈ വാദം പറഞ്ഞ നിങ്ങൾ ഹൈക്കോടതിയിൽ പോയോ? ഹൈക്കോടതിയിൽ പോയോ? അത് ശരി, അത് വരുമ്പോ നിൽക്കട്ടെ എന്ന്. എങ്ങനെ ഹൈക്കോടതി സ്റ്റേ ചെയ്തില്ല സാറേ? സ്റ്റേ ചെയ്തില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം പറയുന്നു എന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടെ വാദത്തിന് നിയമപരമായി പ്രാഥമികമായ കഴമ്പില്ല. ഹൈക്കോടതി സ്റ്റേ ചെയ്തില്ല. ഞങ്ങളുടെ ആളുകൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് CPM ഗുണ്ടായുസം ഉപയോഗിച്ച് പിടിച്ചെടുത്ത ബാങ്കുകൾ
അടൂർ ഞാൻ നിയോജകമണ്ഡലത്തിൽ പല 5 കാര്യങ്ങൾ ബാങ്ക്, ചോദിച്ചു. താങ്കൾ ഈ പത്തനംതിട്ട നാമം ജില്ലയിൽ ജപിച്ചതുകൊണ്ട് 23 കാര്യമില്ലല്ലോ. അത് ബാങ്ക്, രാഷ്ട്രീയ ബാങ്ക്. വിമർശനമാണ്, നിങ്ങളുടെ നിലപാടാണ്, ഞാൻ ശരിയാണ്. ഞങ്ങൾ പക്ഷേ പറഞ്ഞ ഹൈക്കോടതിയിൽ വേറെ എന്തുകൊണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതിപക്ഷ ഇത് നേതാവ് ബോധ്യപ്പെടുത്തി സ്റ്റേ ചെയ്യാൻ പ്രതിപക്ഷ കഴിഞ്ഞില്ല? നേതാവ് കേരളത്തിന്റെ സഹകരണ മേഖലയെ തകർക്കുന്നു, ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ കയ്യിൽ പറഞ്ഞു നിന്ന് നിങ്ങൾ പറഞ്ഞതേ ഗുണ്ടായിസം, മസിൽ പറഞ്ഞതേ പവർ ഉപയോഗിച്ച് മാലപ്പടക്കം പിടിച്ച പോലെ ബാങ്കുകളിൽ പൊട്ടും, ഞങ്ങളുടെ ആളുകൾ അവരുടെ മാലപ്പടക്കം ഡിപ്പോസിറ്റ് പോലെ പിൻവലിക്കുന്ന പൊട്ടും. പറഞ്ഞത് കാര്യം വി ഡി ഞങ്ങൾ സതീശനല്ലേ, പ്രതിപക്ഷ നേതാവല്ലേ? ആലോചിച്ചു. അത് ഉചിതമാണോ? ഒരു പ്രശ്നവുമില്ല. ശരി.